രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മലയാളം ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും കേരള വിഷൻ നൽകി വരുന്ന സുപ്രധാന പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. മികച്ച നടനുള്ള പുരസ്കാരം സി കേരളം സംപ്രേഷണം ചെയ്ത ചെമ്പരത്തി എന്ന സീരിയലിലെ അഭിനയത്തിന് പ്രഭിനും, മികച്ച നടിക്കുള്ള പുരസ്കാരം ഏഷ്യാനെറ്റ് മൗനരാഗം എന്ന സീരിയലിലെ അഭിനയത്തിലൂടെ ഐശ്വര്യ രാംസായും സ്വന്തമാക്കി. കലൂർ IMA ഹൗസിൽ വെച്ചാണ് രണ്ടാമത് കേരള വിഷന്റെ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചത്. 2024 സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി 16 പുരസ്കാരങ്ങൾ ജനകീയ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. അവാർഡ് ജേതാക്കൾക്കുള്ള പുരസ്കാരങ്ങൾ സെപ്റ്റംബർ 5-ന് തൃശൂർ ഹയാത്ത് റീജിയൻസിൽ നടക്കുന്ന താരാഘോഷ പരിപാടികളിൽ വിതരണം ചെയ്യും. സിനിമ, സീരിയൽ, സംഗീത രംഗത്തെ താരങ്ങളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ബിസിനസ് ലീഡേഴ്സും അവാർഡ് നിശയിൽ പങ്കെടുക്കും. സെപ്റ്റംബർ മാസം 5-ാം തീയതി ഈ അവാർഡ് തൃശൂരിലെ ഹയാത്തിൽ വെച്ച് നൽകപ്പെടുകയാണ്. കേരള വിഷൻ ഈ അവാർഡ് നൽകുമ്പോൾ കേരളത്തിലെ മറ്റൊരു ടെലിവിഷൻ ചാനലിനും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലാണ് ഈ അവാർഡ് ഞങ്ങൾ നൽകുന്നത്. വേറെ ഏതെങ്കിലും ഒരു ചാനലിന് നൽകാൻ കഴിയുമെങ്കിൽ ഏഷ്യാനെറ്റിനോ ഫ്ലവേഴ്സിനോ മറ്റേതെങ്കിലും ചാനൽ ഇത്ര ഒരു അവാർഡ് നടത്തണമെങ്കിൽ മറ്റൊരു ചാനലിന്റെ പേര് പോലും പറയാൻ തയ്യാറാകാത്ത സ്ഥലത്ത് നിന്നുകൊണ്ട് കേരള വിഷൻ അല്ലാതെ ഇത്തരത്തിലൊരു അവാർഡ് സംഘടിപ്പിക്കുവാൻ ടെലിവിഷൻ രംഗത്ത് കഴിയില്ല എന്നുള്ളതിൽ പ്രത്യേകത കൂടിയാണ്. തുടർന്ന് പ്രശസ്ത ഗായിക സിത്താരയും സംഘവും നയിക്കുന്ന മ്യൂസിക് നൈറ്റും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അവാർഡ് പ്രഖ്യാപന വാർത്താ സമ്മേളനത്തിൽ കേരള വിഷൻ ചാനൽ ചെയർമാൻ PS സിബി, കേരള വിഷൻ ചാനൽ MD പ്രജേഷ് അച്ചാണ്ടി, COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, KCCL ചെയർമാൻ K ഗോവിന്ദൻ, സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ, ശിവപ്രസാദ് M എന്നിവരാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ വർഷം നമ്മൾ ഇതേപോലെ ഇതിൻ്റെ 1-ാം പതിപ്പിൽ വളരെ ഗംഭീരമായി നമുക്ക് പുരസ്കാര വിതരണം സംഘടിപ്പിക്കാൻ സാധിക്കുകയുണ്ടായി. ഇത്തവണ നമ്മൾ അതിൻ്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ 2-ാം പതിപ്പിലേക്ക് കിടക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ചാനലിൻ്റെ മുഖം നോക്കിയോ അല്ലെങ്കിൽ ചാനലിൻ്റെ പേര് നോക്കിയോ അല്ല നമ്മളിവിടെ അവാർഡ് നിർണയിച്ചിരിക്കുന്നത്. തീർത്തും പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, പ്രേക്ഷകരുടെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ പ്രഖ്യാപിക്കാൻ പോകുന്ന 16 അവാർഡുകളും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏറ്റവും മികച്ച നടനായി പ്രഭിൻ, സി കേരളം, കുടുംബശ്രീ ശാരദ. ഏറ്റവും മികച്ച നടി ഐശ്വര്യ രാംസായി, ഏഷ്യാനെറ്റിലെ മൗനരാഗം. മികച്ച സംവിധായകൻ, ദ ബെസ്റ്റ് ഡയറക്ടർ മഞ്ജു ധർമ്മൻ, ചെമ്പനീർ പൂവ്, ഏഷ്യാനെറ്റ്. ബെസ്റ്റ് ആങ്കർ ഇൻ മലയാളം ടെലിവിഷൻ ലക്ഷ്മി നക്ഷത്ര, ഫ്ലവേഴ്സ് TV, സ്റ്റാർ മാജിക്. Most popular actor, the award goes to Sajan Surya. ഏഷ്യാനെറ്റിലെ ഗീതാ ഗോവിന്ദൻ എന്ന സീരിയലിനാണ് അദ്ദേഹം വെച്ചുള്ളത്. സാജൻ സൂര്യയാണ് മോസ്റ്റ് പോപ്പുലർ ആക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മോസ്റ്റ് പോപ്പുലർ ആക്ട്രസ്സായി തിരഞ്ഞെടുത്തത് റബേക്ക സന്തോഷ്. അത് കളിവീട് എന്ന സീരിയലിലാണ്, സൂര്യ TV സംപ്രേഷണം ചെയ്തത്. കളിവീട് എന്ന സീരിയലിലെ അഭിനയത്തിനാണ് പിന്നെ റബേക്ക സന്തോഷിന് മോസ്റ്റ് പോപ്പുലർ ആക്ട്രസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ട്രസ് ഇൻ നെഗറ്റീവ് റോൾ, നമുക്കറിയാം നായികയ്ക്ക് പ്രാധാന്യം വേണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് റോള് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ കിട്ടൂ. അപ്പോൾ അത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള നെഗറ്റീവ് ബെസ്റ്റ് ആക്ട്രസ് ഇൻ നെഗറ്റീവ് റോൾ അവാർഡ് ഗോസ് ടു ആൻ മാത്യു. അതായത് ആൻ മാത്യു സി കേരളത്തിലെ ശ്യാമാംബരം എന്നുള്ള സീരിയലാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. ആൻ മാത്യു. അതുപോലെ തന്നെ ആക്ടർ ഇൻ നെഗറ്റീവ് റോൾ അവാർഡ് കിട്ടിയിട്ടുള്ളത് 2 സീരിയലുകളിലെ അഭിനയം, മഴവിൽ മനോരമയിലെ മണിമുത്ത് എന്ന് പറയുന്ന സീരിയലിലെ അഭിനയത്തിനും അതുപോലെ തന്നെ സൂര്യ TVയിലെ കന്യാദാനം എന്ന സീരിയലിലെ അഭിനയത്തിനും ആണ് അത് നേടിയിട്ടുള്ളത്. ജിഷിൻ മോഹനാണ് ബെസ്റ്റ് ആക്ടർ ഇൻ നെഗറ്റീവ് റോൾ എന്നുള്ള അവാർഡിന് അർഹനായിട്ടുള്ളത്. Actor in comedy role goes to Riyas Narmakala, Alliance Kerala Company. Best actress in comedy role goes to Sneha Srikumar, Marimayam, Madavil Manoram.
Best Supporting Actor goes to Anand Narayan, Shyamambaram, C. Keralam. Best Supporting Actress goes to Chilanga, Kanalpoovu, Surya TV. ബെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമർ ജിൻഡോ, അദ്ദേഹം അർഹമായി ബിഗ് ബോസ് ഏഷ്യാനെറ്റ് ചാനൽ. മോസ്റ്റ് ഫേവറേറ്റ് ആക്ട്രസ് അമല, സ്വയംവരം, മഴവിൽ മനോരമ. ബെസ്റ്റ് പോപ്പുലർ സീരിയൽ ചെമ്പനീർ പൂവ്, ഏഷ്യാനെറ്റ്. ബെസ്റ്റ് സീരിയൽ കുടുംബശ്രീ ശാരദ, സി കേരളം. KCCL MD സുരേഷ് കുമാർ, COA സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ, വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ, കേരള വിഷൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ PS രജനീഷ്, ഷുക്കൂർ കോളിക്കര, സുധീഷ് പട്ടണം, സുബ്രഹ്മണ്യൻ, COA സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ അബൂബക്കർ സിദ്ദീഖ്, KV രാജൻ, ബിജുകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,